ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം. ദശകം 11. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപിന്റെയും ഉൽപ്പത്തി. വായുമന്ദിരേശനാകും ഭഗവാനെ കേട്ടിടുക, സൃഷ്ടികർമ്മഫലം എന്നെ വർദ്ധിക്കും കാലം. സനകാദി മുനീശ്വരർ വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു, സാന്ദ്രാനന്ദ സ്വരൂപത്തെ വന്ദിച്ചിടുവാൻ. മോക്ഷദായകവും അതിമോഹനവുമായ തവ ഉദ്യാനവും മന്ദിരവും കടന്നു ചെന്നു. അനൂപമ ഗുണനിധിയവിടുത്തെ അവദാനം അവിരാമം പാടിക്കൊണ്ട അവധൂതന്മാർ ഭവനത്തിൽ പ്രവേശിച്ചു ഭഗവാനെ വണങ്ങിടാൻ. ഭക്തജന പൂജിതരം സനകാദികൾ ദ്വാരപാലകരം ജയ വിജയന്മാർ തടഞ്ഞതും, കോപം പൂണ്ടു മാമുനിമാരെല്ലാം നിന്നിഷ്ടം. വൈകുണ്ഠത്തിനപമാനമായ നിങ്ങൾ രണ്ടുപേരും അസുരരായി ജനിക്കട്ടെ എന്നു ശപിച്ചു. വൈകിടാതെ മുനിഗണ പാദങ്ങളിൽ വീണു അവർ ശ്രീഹരി സ്മരണയ്ക്കായി വരം ചോദിച്ചു. സ്വഭൃത്യജനത്തിനേറ്റ ആപത്തിനെ അറിഞ്ഞുടൻ ഗരുഡാതിരൂഢനായി അവിടുന്നെത്തി. പങ്കജഹാരമാണിഞ്ഞു ലക്ഷ്മീ ദേവി സമേതനായി പത്മദള നേത്രനായി ഭഗവാനെത്തി. സ്തുതിച്ചിടും സനകാദി മുനിജനഗണത്തിനോ കൊതിരുവോളം ഭവൻ ദർശനമേകി. 3 ജന്മം കോപത്തോടെ എന്നെ നിങ്ങൾ ഭജിച്ചിടും, ജയ വിജയന്മാരോടു അരുളി ദേവൻ. അവിടുത്തെ ഭൃത്യന്മാരോ കാശ്യപന്റെ മക്കളായി ദിതി ഗർഭത്തിങ്കൽ നിന്നു പിറന്നു വീണു. അതിനീച സ്വഭാവവും അതിക്രൂര സ്വരൂപവും 2 യമന്മാരെ പോലെ അവർ വളർന്നു. ഹിരണ്യകശിപുവെന്നും ഹിരണ്യാക്ഷനെന്നുമുള്ള ഇരുവരും സാധുജനദ്രോഹം നടത്തി. ജന്മാന്തരാവസാനയാൽ അന്ധരായി തീർന്ന അവർ ജഗത്തിനെ ധർമ്മത്തിൽ നിന്നകറ്റി നിർത്തി. എതിർക്കുവാനാരുമില്ല എന്ന മതത്തോടുകൂടി ഹിരണ്യാക്ഷൻ ലോകമാകെ വിറപ്പിക്കവേ, ഭഗവാനെ തവ പത്നിയായ ഭൂമി ദേവിയെയും വെള്ളത്തിങ്കൽ മുക്കിയവൻ യാത്ര തുടർന്നു. വരുണനിൽ നിന്നും തവ കഥകളെ അറിഞ്ഞവൻ കരുണാകരനെ തേടി ഓടി നടന്നു. ഭക്തന്മാർക്കു ദർശനത്തെ നൽകുന്നോരൻ ഭഗവാനെ, ദയാസിന്ധോ മമരോഗം തടുത്തിടേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.